ജസ്റ്റിസ് എസ് മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ചുമതല ഏറ്റെടുക്കില്ല. വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് രാജ്ഭവനെ അറിയിച്ചു. ഏറെ നാൾ പിടിച്ചുവെച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് ഗവർണർ സർക്കാരിന്റെ നിയമന ശുപാർശയിൽ ഒപ്പുവെച്ചത്. വി എ ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഈ പ്രതിപക്ഷ വിമർശനം, പ്രതിപക്ഷ നേതാവിൻ്റെ വിയോജിപ്പ്, ഈ വിഷയത്തിലെ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെയാകാം ജസ്റ്റിസ് മണികുമാറിനെ ചുമതല ഏറ്റെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചതെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ചില അസൗകര്യങ്ങളാണ് അദ്ദേഹം കാരണമായി പറയുന്നതെങ്കിലും തന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാര്യങ്ങളിൽ ഉയർന്ന വിവാദങ്ങളിലും പരാതികളിലുമെല്ലാം ജസ്റ്റിസ് മണികുമാർ അതൃപ്തനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ 3-അംഗ സമിതി ജസ്റ്റിസ് മണികുമാറിനെ ശുപാർശ ചെയ്യുമ്പോൾ തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിയോജിപ്പ് സർക്കാരിനെതിരെയുള്ള കേസുകൾ ഇദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ പലതവണ മാറ്റിവെച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് മണികുമാറിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് റിട്ടയർ ആവുമ്പോൾ വിരമിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയ യാത്രയപ്പം വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു. ഇതൊക്കെ ഒരു പ്രത്യുപകാരമായിട്ടാണ് പ്രതിപക്ഷം ഉയർത്തി കാണിച്ചത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ നിയമനത്തിനെതിരെ നിരവധി പരാതികൾ രാജ്ഭവന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ 10 മാസത്തിന് ശേഷമാണ് ഗവർണർ ഇപ്പോൾ തീരുമാനമെടുത്തത്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് ഇപ്പോൾ രാജ്ഭവനെ അറിയിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തമിഴ്നാട്ടിൽ തന്നെ തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ അദ്ദേഹം വ്യക്തിപരമായ കാരണമായി പറയുന്നത് പിതാവിൻ്റെ മരണത്തിന് ശേഷം തമിഴ്നാട്ടിൽ തുടരേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഈ ചുമതല ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ തമിഴ്നാട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തുണ്ടായ ചില വിവാദങ്ങളും പരാതികളുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പിന്മാറ്റത്തിന് കാരണം എന്ന് നിസ്സംശയം പറയാം. വിജയകുമാർ.